ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്ന് ഇവളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ രണ്ടാളും കൂട്ടത്തിൽ അമ്മയുണ്ട്, നമ്മളെല്ലാവരും കൂടി മുത്തപ്പനെ കാണാൻ വേണ്ടി പോവുകയാണ്. എക്സൈറ്റഡ് ആണോ മുത്തപ്പനെ കാണാൻ? ഇവക്ക് എന്താണ് മുത്തപ്പൻ, ഏതാണ് മുത്തപ്പൻ, ഇങ്ങനെ എന്ത് സംഭവം അറിയില്ല. ചില റീൽസിൽ മാത്രമേ നീ കണ്ടിട്ടുണ്ടാവും അല്ലേ? നേരത്തെ അച്ഛനെന്താ പറഞ്ഞേ? ചെറുത്. അതായത് ചെറിയ മുത്തപ്പനും ഉണ്ട്, വലിയ മുത്തപ്പനും ഉണ്ട്. അപ്പൊ അച്ഛൻ ചെറിയ മുത്തപ്പൻ എന്ന് പറഞ്ഞപ്പോ ഇവിടെ വെച്ച് കുട്ടി മുത്തപ്പനാ. അങ്ങനെ എങ്ങനെ വിചാരിച്ചത് അല്ലേ? എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കാണാം അല്ലേ? നിന്റെ നാട്ടിൽ ഇതുപോലെ ഏതെങ്കിലും മുത്തപ്പന്റെ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ തെയ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒന്നും ഇല്ല. അവിടെ ഉത്സവത്തിന് ഒരു കുറച്ച് തെയ്യങ്ങൾ കാണും. പിന്നെ മറ്റേ ബാഡിമോള്, നാസിക് ഡോള്, തമ്പോല. അതായത് നിങ്ങളിൽ മെയിൻ ആയിട്ട് ഈ ഘോഷയാത്ര അങ്ങനത്തെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശം അതല്ല. നീ ഇതുവരെ ഏതെങ്കിലും കാവുകളിൽ പോയിട്ടുണ്ടോ? അത് വരാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ എവിടെയെങ്കിലും സർപ്പക്കാവാണ്, നീ പറഞ്ഞ പോലെ തന്നെ സർപ്പക്കാവുകളെ ഉണ്ടാവും. ഇവിടെ അതല്ല. ഇവിടെ കാവ് എന്ന് പറയുന്നത് തന്നെ വേറെ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അതായത് നീ ഇപ്പൊ പൊതുവെ നമ്മളെ അമ്പലത്തിലല്ലേ പോയിട്ടുള്ളൂ. ഇവിടെ എന്താ ഇതിങ്ങനെ? ഇവിടെ ഭജനം നടക്കുന്നുണ്ട്. ഇവിടെ മുത്തപ്പൻ എന്ന് പറയുന്നത് അതായത് നമ്മളെ കണ്ണൂരുകാർക്ക് തന്നെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ദൈവ സങ്കല്പമാണ്. മനസ്സിലായ? ഇപ്പം മുത്തപ്പനോട് നമ്മളിപ്പം എന്തെങ്കിലും ഒരു വിഷമമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ മുത്തപ്പന്റെ കൈ പിടിച്ച് നമ്മൾ സംസാരിക്കും. ആ സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു തരും. അതായത് നമ്മൾ രേവതിയില്ലേ, രേവതിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പോരാത്ത പാലക്കാട് അട്ടപ്പാടി ഉണ്ണിയില്ലേ, ഓന് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓ അങ്ങനെ പറയും. എങ്ങനെ എന്താന്ന് അറിഞ്ഞൂടാ. അതാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഭയങ്കര വിശ്വാസം ഇങ്ങനെ കൂടുന്നത്. നീ ഇന്ന് കണ്ട എന്തെങ്കിലും പറയോ അങ്ങോട്ട് പോയിട്ട് കൈ പിടിക്കാൻ അവസരം കിട്ടിയാല്? എന്നാ അറിയാ എന്ത് എന്നെ പറ്റി ഒന്നും കുറ്റായിരിക്കും അല്ലേ? പേടിയുണ്ടാ? ഇവിടെ നീ വന്നു കഴിഞ്ഞാല് നീ സാധാരണ അമ്പലത്തിൽ കാണുന്ന പോലെ ഒന്നും ആയിരിക്കൂല കേട്ടാ. മൊത്തം വ്യത്യാസമാണ്. ഇപ്പൊ ഒരു ചെറിയ പേടിയുണ്ടല്ലേ? ഗൈസ്, അപ്പൊ ദേവും അമ്മയും കൂടിയിട്ട് മുത്തപ്പന്റെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ടുണ്ട്. ഓള് വന്നിട്ട് ഓള് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലത്. കണ്ടപ്പോഴേ ചോദിച്ചു നീ സ്വദേശക്കാരി അല്ലല്ലോ. അങ്ങനെ എനിക്കറിഞ്ഞൂടാ ശരിക്കും. അമ്മ സത്യോ ചോദിച്ചു നീ സ്വദേശക്കാരി അല്ലല്ലോ, എവിടാ സ്ഥലം എന്ന് ചോദിച്ചു. ഞാൻ തിരുവനന്തപുരം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ എങ്ങനെ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കല്യാണം കഴിച്ചു വന്നേ, ഇത്ര നാളായി. അമ്മ ഒരു ബസ്സായിരുന്നു. അപ്പം പറഞ്ഞ് നിന്നെ ചൂണ്ടി കാണിച്ചു ചോദിച്ചു അവൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. നീ ഇങ്ങനെ കാണിച്ചിട്ട് ചോദിച്ചു അവൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ലാബിലാ വർക്ക് ചെയ്യുന്നത്, എനിക്ക് ജോലിയൊന്നും ശരിയാവുന്നില്ല. അപ്പം ചോദിച്ചു നീ നേരത്തെ എന്താ ചെയ്യാം? ഇന്റീരിയർ ഡിസൈനിങ് ആന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ നല്ല ശരിയാവും. അതായത് ഞാൻ ആദ്യം വന്നേരം പറയൂലേ എന്തെങ്കിലും ഒരു സംഭവം പറയുന്നുള്ളത്. ഇപ്പൊ എങ്ങനെയുണ്ട്? പറഞ്ഞ പോലെ നടക്കുമായിരിക്കും. നമുക്കെന്നാ പ്രസാദം കഴിക്കാം. ഇതാണ് മുത്തപ്പന്റെ പ്രസാദം. ഇവിടെ സ്ഥിരം വന്നു കഴിഞ്ഞാല് പറശ്ശിനിക്കടവിലും ഇങ്ങനെയുണ്ട്. പക്ഷെ പറശ്ശിനിക്കടവില് ഇതിലും കുറച്ച് വ്യത്യാസമുണ്ട്. പറശ്ശിനിക്കടവില് മറ്റേ മമ്പയറായിരിക്കും കിട്ടുക. ഇവിടെയാണ് മറ്റേ നമുക്ക് അവിലും മമ്പയറും തേങ്ങയും ഇതെല്ലാം വെച്ച് ചേർത്ത് കിട്ടും. എന്നാലും വന്നത് എങ്ങനെയുണ്ട്? ഞാൻ 100 വട്ടത്തിനോട് പറഞ്ഞില്ല എന്തായാലും ഒരു ഇതുണ്ടാവും. നീ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്ന കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും എത്ര ഇതായിരുന്നുള്ളത്. ഇനി നമ്മളിപ്പോ എന്തായാലും കുറച്ച് പ്രസാദം കഴിച്ചിട്ട് ഇനിയിപ്പം വീട്ടിൽ പോവാൻ ടൈമായി, രാത്രിയായതാ. പോന്ന വഴിക്ക് കാണാം. ഇവന്റെ നേരെ ഇങ്ങനെ കാണിച്ചിട്ടാണ് ചോദിച്ചത്. ഇവനെവിടെ ജോലി ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ? ആദ്യം മടിച്ചു നിന്നില്ലേ തീവായോണ്ട്. പോയത് വർത്തായില്ലേ? മനസ്സിലായോ? അങ്ങനെ തന്നെയാണ്.
ബാക്കി ആരോടത്തും നിങ്ങൾ ഈ ദേശത്തൊന്നും ചോദിച്ചില്ല. കാരണം അവരുടെ ഈ ദേശത്തുണ്ട്. പക്ഷെ ഞാൻ ഇവിടുത്തെ അല്ലെന്ന് മനസ്സിലായി. എന്റെ ബാബിളിച്ചോളം നോട്ടം കിട്ടിട്ട് പേടിയില്ലേ ആദ്യം അടുത്ത് ചെല്ലുമ്പോ? പേടിയൊന്നുമില്ല. പിന്നെ ആദ്യം കണ്ടപ്പോ ശരി മറ്റേ ദേവീന്റെ ഇറങ്ങിയപ്പോ നിനക്ക് പേടിയുണ്ട്. അവിടെ ആൾക്കാര് നിൽക്കും സംസാരിക്കാൻ. അതുണ്ട്. അത് ഇവിടുന്ന് എങ്ങനെയാണ് നേരെ അവിടത്തേക്ക് പോകുന്നതാ തന്നെ. നീയല്ല എന്നോട് പല വട്ടം പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പറശ്ശിനിയിൽ കൊണ്ടുപോകണം, പറശ്ശിനിയിൽ കൊണ്ടുപോകണമെന്ന്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നിട്ടും ഗൈസ് പറശ്ശിനിയിൽ പോവാത്തതുണ്ടല്ലോ, നമുക്ക് സമയത്തിന്റെ കുറച്ച് പ്രശ്നമുള്ളതാണ് ഡയറക്റ്റ് പറശ്ശിനിയിൽ പോവാത്തത്. പക്ഷെ ഇവിടെ കൊണ്ടുപോയാലും മുത്തപ്പൻ എന്ന് പറയുന്നത് എന്താ പറയാ കംപ്ലീറ്റ് ആണ്, എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മൾ പല ക്ഷേത്രങ്ങളിൽ പോയാലും ദൈവം എന്ന് പറയുന്ന ശക്തിനെ വിശ്വാസം ഉള്ളിടത്തോളം കാലം അത് എവിടെയാണെങ്കിലും പ്രവർത്തിക്കും. നിനക്ക് ഇപ്പൊ ഒരു വിശ്വാസം വന്നില്ലേ? പറശ്ശിനിക്കടവിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് മുത്തപ്പനെ കൈപിടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ആയിരിക്കും, കാരണം അവിടെ അത്രയും ജനങ്ങൾ ഉണ്ടാവും. ഇവിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ നമ്മളെ നാട്ടുകാർ ഉണ്ടായിരുന്നു. നീ എത്ര നേരമാക്കി പോകുന്നു? 1 മണിക്കൂറാണ് നീ പോകുന്നത്. പക്ഷെ എന്നാലും കൈ പിടിച്ചപ്പോ നിനക്ക് ആ ഫീല് നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇവിടെ എല്ലാവരും നമ്മളെ കണ്ണൂരിൽ മിക്ക ആൾക്കാരും പറഞ്ഞു വെച്ചാല് എന്തെങ്കിലും ഒരു സംഭവം ഏറ്റ മുത്തപ്പ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ എന്തുകൊണ്ട് അതെന്നുള്ളത് നിനക്ക് കറക്റ്റ് മനസ്സിലായില്ലേ? ബാക്കിയുള്ള വേറെ ഉള്ളവരടുത്തൊക്കെ അവരോട് അങ്ങോട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സങ്കടമില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചില്ല. ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത്. എങ്ങനാ ഇങ്ങനെ ജോലിയൊന്നും ആവുന്നില്ല, അവിടെ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നത്. അത് നീ ജോലി ആവാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് താൻ പാതി ദൈവം പാതി. എന്നോട് പറഞ്ഞു 2-3 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാവും. അതങ്ങനെ തന്നെയാണ്. അതിലൊന്നും നമ്മളിങ്ങനെ ഓർത്തിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് നല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക, അല്ലാണ്ട് വേറെ ഒന്നും നമുക്കതിൽ ചെയ്യാനില്ല. എന്തായാലും ഗൈസ് ഇവളെ നല്ലൊരു ആഗ്രഹമായിരുന്നു മുത്തപ്പനെ കാണുന്നത്. കൈ പിടിക്കണം എന്നുള്ളത് നമ്മൾ അവിടെ ചെന്നപ്പം പോലും വിചാരിച്ചിട്ടില്ല. കാരണം കൈ പിടിക്കുന്നത് നമ്മളെ ആ ഒരു ഇതിലില്ലായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കത് പിടിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. കാരണം ഒന്നാമത് വേറെ ആൾക്കാർ നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് നമ്മൾ ക്യൂവിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് വരാൻ നോക്കിയതാ. പക്ഷെ എന്തോ ഒരു നിമിത്തം പോലെ നമ്മൾ നേരെ പോയി കൈയെല്ലാം പിടിച്ചു. ഇവക്ക് അതുപോലെ തന്നെ തോന്നി ഓടിപ്പോയി നിന്ന്. പക്ഷെ അപ്പടി നിന്നില്ലെങ്കിൽ പുറകിലായി. സത്യം പോയ നന്നായി. അപ്പൊ ഗൈസ് നിങ്ങളും ആരെങ്കിലും എല്ലാം കണ്ണൂരിൽ ഇതുവരെ മുത്തപ്പനെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ തെയ്യം കലാരൂപങ്ങളൊന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വരിക. കാരണം ഇവളിപ്പോ ഒരു വിശ്വാസിയായി അല്ലേ? അല്ല, എനിക്ക് ഓൾറെഡി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ വീഡിയോസ് ഒക്കെ കാണുമല്ലോ. വീഡിയോസ് കാണുന്നത് നീ മിക്കവാറും വിചാരിക്കണം, മിക്ക ആൾക്കാരും വിചാരിക്കുന്നത് ഇതെന്താണ് വെറുതെ ഒരു കോലം കെട്ടി വെറുതെ എന്ന് പറയോ. കാരണം എനിക്ക് വിശ്വാസം, അതായത് എന്നെ പോലും അത്രയും ആൾക്കാർ നിൽക്കുന്ന ഇടയിൽ എന്നെ ചൂണ്ടിക്കാണിക്കണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല, നമ്മള് പണ്ടേ ഞാനും നമ്മളിങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഞാൻ ഷില്ലുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൾ എപ്പോഴും പറയും എനിക്ക് ഇങ്ങനെ കൈ പിടിച്ച് കരയണം, സംസാരിച്ച് വിഷമം തീർക്കണം എന്ന് പറയാം. അപ്പൊ അവൾ ഇപ്പോഴും പറഞ്ഞു, ഇന്ന് ഫോട്ടോ വെച്ചു കൊടുത്ത് എപ്പോഴും പറയുന്നുണ്ട്. നമ്മളെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത് മുത്തപ്പനെ പറ്റി? എല്ലാരും വന്ന് കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറയും. അല്ല, ഇങ്ങോട്ട് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ട്. അപ്പൊ ഗൈസ് അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണ്. ഇവളെ മുത്തപ്പനെ കളിക്കാൻ കൊണ്ട് ഇവർക്ക് മുത്തപ്പനെ കണ്ട് അതോടുകൂടി ഇവളുടെ കുറെ പ്രശ്നങ്ങൾക്കുള്ള കുറച്ചൊരു പരിഹാരം നിനക്ക് മനസ്സിൽ കിട്ടി അല്ലേ? ഫിസിക്കലി ശ്രമിക്കാൻ മീൻസ് താൻ പാതി ദൈവം പാതി. എല്ലാം അങ്ങോട്ട് ദൈവത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പരാട്ടി ഇറക്കുന്നതാണ്. അപ്പൊ ഗൈസ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വരാം. അതുവരേക്കും ബായ്.